ഇന്ന് വീട്ടിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. കാരണം വാല്യൂ ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ പേപ്പേഴ്സ് റീചെക്കൊക്കെ ചെയ്ത് പിന്നെ മാർക്ക് എൻ്റർ ചെയ്തത് ഞങ്ങൾ പരസ്പരം ഒക്കെ ഒന്ന് 2 തവണയൊക്കെ വായിച്ചിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തിയ സമയത്ത് പിന്നെ കയറി വന്നപ്പോൾ തന്നെ അച്ഛൻ ചോദിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വിശക്കുകയാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അത് കഴിക്കാനുള്ളൊരു മൂഡൊന്നുമില്ല, കാരണം നല്ല വിശപ്പുണ്ട്. എനിക്ക് ചോറ് തന്നെ കഴിക്കണം, അത്ര വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബാഗിലുണ്ടായിരുന്ന പാത്രവും കുപ്പിയും ഒക്കെ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനു മുമ്പ് മുടിയൊക്കെ ഒന്ന് രാവിലെ കെട്ടി വെച്ചാലേ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചായിട്ടിപ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആണ്, നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എന്താണെന്നറിയില്ല, മുടി നല്ല താരനും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നാളെ മറ്റന്നാളൊക്കെ ലീവാണല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് ശരിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അച്ഛൻ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അച്ഛൻ്റെ കുക്കിംഗ് ആണ്. അമ്മയും ഞാനൊക്കെ രാവിലെ നേരത്തെ പോയില്ലേ, അപ്പോൾ പിന്നെ ഫുഡ് വെക്കാനൊന്നും ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല, അച്ഛൻ വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഫേസൊക്കെ ആകെ ഡള്ളായിട്ടുണ്ട്. ഭയങ്കര എന്താ ടാൻ അടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഫേസ് വാഷ് ഒന്നും ഇടാൻ നിന്നില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം വാഷ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഫേസ് വാഷൊക്കെ ഇട്ട് എന്തെങ്കിലും മാസ്കൊക്കെ ഇട്ട ശേഷം, ഫേസ് മാസ്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ട ശേഷം പിന്നെ റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കഴിക്കാറുള്ളത് കേട്ടോ. വർക്ക് ഏരിയയിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. ഉള്ളിൽ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഞങ്ങളെല്ലാവരും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ ഇരുന്ന് കഴിക്കാനാണ്. ഇനിയിപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത്. ചോറൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളം എടുക്കാൻ മറന്നത് ഓർത്തത്. അപ്പം തന്നെ പോയി വെള്ളമൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ചതച്ച് വെച്ചിട്ട് മോരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ. അപ്പോൾ അതൊക്കെ നല്ല കറിയൊക്കെ പാർന്ന് മോരും പാർന്ന് നന്നായിട്ട് കഴിച്ചു. കുറേ ചോറുണ്ടിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. വിശന്നാൽ പിന്നെ എന്തൊക്കെ കഴിച്ചാലും വയറ് നിറയാത്ത പോലെ ഒരു ഫീലാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ചോറിൻ്റെ ശേഷം കുറച്ച് പേരയ്ക്ക ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഞാനും അച്ഛനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് പോരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പേരയ്ക്ക. മധുരം ലേശം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്നുള്ളത് കൊണ്ട് അത് കഴിച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം, എനിക്ക് നല്ല തലവേദന ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇനി കിടക്കട്ടെ. ഇനി കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ എണീക്കാമെന്ന് വിചാരിച്ച്.